ഇന്ന് ഞാൻ സാധാരണ എണീക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. വേറൊന്നല്ല, ഇന്ന് കർക്കിടകം 1 അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ എണീക്കാന്ന് വിചാരിച്ചത്. ഞാൻ എപ്പോഴും ഒരു 6:30 ആകുമ്പോഴാണ് കേട്ടോ എണീക്കല്. പക്ഷെ ഇന്നൊരു 5:45 ഞാൻ എണീച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ ഒരു 5:45 എണീക്കണം എന്ന്. പക്ഷെ എന്തുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കലില്ല. അപ്പൊ ഇന്ന് ഞാൻ എണീച്ച് വന്നപ്പോൾ അമ്മക്ക് ഭയങ്കര അതിശയം കേട്ടോ. അമ്മ എന്നോട് കാക്ക മലന്ന് വറക്കുന്നുണ്ടോ എന്ന് വരെ ചോദിച്ചിരുന്നു. ഞാൻ എണീച്ച് വരുമ്പോഴത്തേനും അമ്മ കാപ്പിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം പല്ല് കേൾക്കുന്നുണ്ട്. ചെറുപ്പം തൊട്ട് അമ്മ പഠിപ്പിച്ചൊരു ശീലമാണ് കേട്ടോ. രാവിലെ എണീച്ചമ്പാട് അമ്മ കാപ്പിയാന്ന് ആദ്യം മുമ്പ് കൊണ്ടുതരും. അതുകൊണ്ട് അതിപ്പോ അങ്ങനെ തന്നെയാട്ടോ തുടർന്ന് പോക്ക്. ഇന്നലെ രാത്രിക്ക് നല്ല മഴയായതുകൊണ്ട് ഇന്ന് രാവിലത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പച്ചവെള്ളത്തിൽ കുളിക്കാൻ തോന്നുന്നില്ല, കുറച്ച് ചൂടുവെള്ളം വെക്കാന്ന് വിചാരിച്ച്. മഴക്കാലമായോണ്ട് വിറക് കത്തിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ശ്രമിച്ചിട്ടാണ് അടുപ്പ് കത്തിച്ചത്. ആദ്യമെല്ലാം നമ്മൾ മണ്ണെണ്ണ ഒഴിക്കലുണ്ടായിരുന്നു കേട്ടോ അടുപ്പിൽ. പക്ഷെ ഇപ്പോൾ ഒഴിക്കലില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒഴിക്കാൻ പാടില്ല എന്ന് കേട്ടു. അതുകൊണ്ട് ഇപ്പോൾ വിളക്കുതിരി എടുത്തിട്ടാണ് നമ്മൾ കത്തിക്കാൻ നിൽക്കല്. അങ്ങനെ ചൂടുവെള്ളം ആകുന്നേരം വെയിറ്റ് ചെയ്ത് ചൂടുവെള്ളമായി ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നില്ല, ഞാനിങ്ങനെ ഇല്ലിട്ട് മടയുന്നുണ്ട് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട്. കുളിച്ച് കഴിഞ്ഞപാട് എനിക്ക് മോയ്സ്ചറൈസർ ഇടണം കേട്ടോ. മാമാർത്തിൻ്റെതാന്ന് ഇടലേ എനിക്ക് എപ്പോഴും നിർബന്ധമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പൗഡർ ഇടും. അത് കഴിഞ്ഞപാട് ഒരു കുഞ്ഞു പൊട്ട് വെക്കും. അത് കഴിഞ്ഞ് ഒരു ചന്ദനം തൊട്ടാൽ മാത്രമേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അമ്മ ടാസ്ക് തന്ന്, നീ എന്തായാലും രാവിലെ എണീച്ചതല്ലേ, എന്നാൽ പിന്നെ വെറുതെ നിൽക്കണ്ട, ദോശ ചുട്ടോ എന്നിട്ട് ഞാൻ ദോശ ചുടുന്നുണ്ട്. അങ്ങനെ ഇതാ മഴയെല്ലാം മാറി ചെറിയ വെയിലെല്ലാം കാണുന്നുണ്ട്. ചെറിയൊരു സന്തോഷം വെയിൽ കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.